RGB ബ്രോ, GTA പോലെയുള്ള സിനിമകൾ പറയാം. വളരെ വിയേഡായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് തോന്നിയത്. GTA എന്ന് പറയുന്ന സമയത്ത് ഗെയിം കളിക്കുന്നവർക്കും ഗെയിം കളിക്കാത്തവർക്കും ഒക്കെ ഒരേപോലെ വികാരമുള്ള അല്ലെങ്കിൽ ഒരുപാട് നൊസ്റ്റാൾജിക് മൂമെൻ്റ് ഉള്ള ഒരു സംഭവമാണ്. എൻ്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ GTA ഫസ്റ്റ് ഞാൻ കളിച്ചിട്ടില്ല. അതായത് GTA 3, 4, 5, Vice City, San Andreas ഒക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച ഒരു ഭയങ്കര ഫാനുമാണ്. GTA 6 വേണ്ടി കട്ട വെയിറ്റിങ്ങുമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. 100 സിനിമകൾ പറയാം. ഞാൻ പറഞ്ഞതല്ല, ChatGPT പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കുറച്ച് നല്ല സിനിമകൾ ഞാൻ സ്പോട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇതിൽ ഞാൻ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയിട്ടുള്ള സംഭവം മാത്രമാണ് ആ ഒരു 100 സിനിമകളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കാണണം, നിങ്ങളുടെ ടേസ്റ്റിന് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ദ ഗോഡ് ഫാദർ ട്രിയോളജിയാണ്. ഗോഡ് ഫാദർ ട്രിയോളജി എന്ന് പറയുമ്പോൾ അത് ക്ലാസിക് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സിനിമേനെ പറയുന്ന സമയത്ത് നമുക്ക് കണ്ണും അടച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഈ ഗോഡ് ഫാദർ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആദ്യം കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പത്തിലാണ് കാണുന്നത്. അന്ന് സിനിമ എത്ര സീരിയസ് ആയിട്ടൊന്നും കാണുന്ന ഒരു ഘട്ടമേ അല്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ കണ്ടു, കിടന്ന് ഉറങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു മൂവി ഗ്രൂപ്പിൽ പോയിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോയിട്ട് പോസ്റ്റ് ഇട്ടു. അന്ന് ഞാൻ എയറിലായിരുന്നു, എയറിൽ. അപ്പോൾ അത് നല്ലൊരു ഓർമ്മയാണ്. പിന്നെ കുറേ കാലം ബുദ്ധിയൊക്കെ അത്യാവശ്യം ഉറച്ച സമയത്ത് ഒന്നുകൂടി ഒന്ന് പോയി കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ ഗോഡ് ഫാദർ തിയോളജി. അതിൽ ഗോഡ് ഫാദറിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ വേണ്ടി പറയുവാണെങ്കിൽ നമ്മളുടെ അമൽ നീരദ് ഇതിൽ നിന്നാണൊന്ന് ചൊരണ്ടിയത്. നമ്മളുടെ ഭീഷ്മർവ അത് ഇതിൽ നിന്ന് ചൊരണ്ടിയ സിനിമയാണ്. അപ്പോൾ പക്ഷേ അത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ട അത് നല്ലൊരു അഡാപ്ഷൻ ആയിരുന്നു. പക്ഷേ ഈ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് കുറച്ചും കൂടി അത് ChatGPT പറയുന്നത് നമ്മുടെ മാഫിയ ഗ്യാങ്ങുമായിട്ട് വരുന്ന കുറച്ച് മിഷൻസ് ഉണ്ട്. ആ മിഷൻസാണ് ഇതുമായിട്ട് കൂടുതൽ അതായത്. പക്ഷെ മാഫിയ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമുണ്ട് മാഫിയ. അത് ഏകദേശം ഒരു 3 വേർഷൻസോളം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നത് മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മാഫിയ കളിക്കാത്തവർ ഒന്ന് കളിച്ചു നോക്കുക. എനിക്കൊരു 1 ടൈം എക്സ്പീരിയൻസ്, കുറച്ച് മിഷൻസൊക്കെ രസമുണ്ടായിരുന്നു. ഞാൻ പകുതി വെച്ച് നിർത്തിയതാണ്. എനിക്ക് ഓവർ അങ്ങോട്ട് വർക്കാവാത്തൊരു ഗെയിമാണ്. പക്ഷെ എന്നാലും കൊള്ളാവുന്നൊരു സാധനമാണ്. ചെറിയ വിലയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതിൽ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ എക്സ്ബോക്സിൻ്റെ പാസിൽ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കളിച്ചു നോക്കാൻ പറ്റുവാണെങ്കിൽ കളിച്ചു നോക്കുക. രണ്ടാമത്തെ സിനിമ ദ സിറ്റി ഓഫ് ഗോഡ്. എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ജമ്മാണ്. ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ്. ബ്രസീലിയൻ സിനിമയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ്. എന്തുകൊണ്ട് കണ്ടിരിക്കണം? സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു ക്രൈം കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഗ്യാങ് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങൾ വരുന്ന വഴി ഒരുപാട് മുമ്പ് കണ്ട സിനിമയാണ്. പക്ഷേ ഇന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്യാങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ChatGPT ഇതുമായിട്ട് കമ്പയർ ചെയ്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ എഴുതാനോ എഴുതി പഠിപ്പിക്കാനോ ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ, അതായത് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും താല്പര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള എങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. ട്രെയിനിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൂപ്പര് തന്നിട്ടുള്ള സജഷനിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടി തോന്നിയിട്ടുള്ള ഒരു സാധനം ഇതായിരുന്നു. അതായത് നമ്മുടെ സൈൻ ആൻഡ്രിയാസ് ഉണ്ടല്ലോ, സൈൻ ആൻഡ്രിയാസിൽ ഒന്നേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പ് ആ ഒരു സാധനം, ആ ഒരു വൈബൊക്കെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇത് പറയുമ്പോൾ ഇത് ചീട്ടിയല്ലേ എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമയുണ്ടെങ്കിൽ അത് ട്രെയിനിങ് ഡേ ആണ്. ട്രെയിനിങ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സാധനമാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു 300-400 സിനിമകളുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും IMDbയിലൊക്കെ ടോപ്പ് റൈറ്റഡ് ആയിട്ടാണ് ഈ ട്രെയിനിങ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ കിടക്കുന്നത്. അപ്പോൾ പറ്റുവാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഒരു GTA വൈബിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ പറയുന്നത് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അറിയില്ല. GTA
5 റോബറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു സംഭവം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗുഡ് ഫെല്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു ഗുഡ് ഫെല്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ സത്യം പറയാമല്ലോ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഞാൻ കണ്ടതാണ്. ഞാൻ ആ ഡയറക്ടറിൻ്റെ അഗാധമായിട്ടുള്ള ഫാനാണ്. ഒരുപാട് മുമ്പേ കണ്ടതാണ്. ഒന്നുകൂടി റീവാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബുദ്ധി ഉറക്കാത്ത മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ അതൊന്നും കൂടി റീവാച്ച് ചെയ്യണം. പക്ഷേ വലിയൊരു ഫാൻസുള്ള ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയൊരു ഫാൻസുള്ള ഒരു സിനിമയാണ് ഈ ഗുഡ് ഫെല്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. വർക്കാവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗുഡ് ഫെല്ലാസിനെ കുറിച്ചിട്ടും ഹീറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് അതെന്താണെങ്കിലും പറയാം. അടുത്തതെന്ന് പറഞ്ഞാൽ സ്കാർഫേസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു GTA വൈബ് പടം എന്നാണ് പറയപ്പെടുന്നത്. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പക്ഷേ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത എന്നോട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇനിയും ഒരുപാട് ലിസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു വൈബിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന മറ്റേതെങ്കിലും സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഏകദേശം ഒരു 33 സിനിമകൾ, അതും ത്രില്ലർ സിനിമകൾ, ലോകത്തിൽ പല ഭാഷയിൽ ഇറങ്ങിയ സിനിമകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയുന്നതിന് കേട്ടോ. പിന്നെ നമ്മൾ നടത്തുന്ന ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങിൻ്റെയും കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി.